السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رحلة مع القرآن എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മസദ്, മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മസദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തിരുപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകം ദഅവത്തിനുള്ള കൽപ്പന നൽകുകയാണ്. സൂറത്തു ശുഅറായിൽ നമുക്ക് കാണാൻ സാധിക്കും, വഅൻദിർ അശീറതകൽ അഖറബീൻ, അല്ലേ പ്രവാചകരെ, അങ്ങയുടെ അടുത്ത കുടുംബങ്ങളോട് അവർക്ക് നിങ്ങൾ താക്കീത് ചെയ്യുക. പരിശുദ്ധ ദീനിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച്, ആഖിറ ലോകത്ത് സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്ന ഭയാനകതയെ സംബന്ധിച്ച് എല്ലാം അങ്ങ് അവരോട് താക്കീത് ചെയ്യുക എന്ന തിരുവചനം അടിസ്ഥാനമാക്കി തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉറ്റവരും ഉടയവരുമായ അഹ്ലുകാരെ എല്ലാവരെയും സ്വഫ മലയിൽ കയറി വിളിച്ചു, എല്ലാവരെയും വിവരം അറിയിച്ചു. തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ തിരുകൽപ്പന അവരിലേക്ക് എത്തിക്കുകയാണ്. ആ സമയം അങ്ങനെ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ദീനിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസവും ആഖിറ ലോകത്ത് സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്ന ഭയാനകതയെ സംബന്ധിച്ചും അവരോട് ഉദ്ബോധിച്ചു. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബൂ ലഹബ് കൈ കുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, തബ്ബൻ ലക് സായിറുൽ അയ്യാം അലിഹാദാ ജമഅതന, എല്ലാ ദിവസവും നിനക്ക് നാശം സംഭവിക്കട്ടെ, ഇത് പറയാനാണോ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിയത് എന്നിങ്ങനെ തുടങ്ങുന്ന അസഭ്യ വാക്കുകൾ തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി. തദവസരമാണ് പ്രസ്തുത സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ തൗഹീദിന്റെ വിശ്വാസവുമായി ജനങ്ങളിലേക്ക് ദഅവത്ത് തുടങ്ങിയത് മുതൽ തൻ്റെ പിതൃവ്യൻ അബൂ ലഹബ് അവിടത്തേക്ക് ഒരു ശത്രുവായി മാറുകയായിരുന്നു. ജനങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ദഅവത്തിൻ്റെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാറി നിന്ന് കേൾക്കുകയും തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ സംബന്ധിച്ച് വളരെ വൃത്തിഹീനമായ വാക്കുകളിലൂടെ പൊതുസമൂഹത്തിനിടയിൽ അപമാനിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടെയായിരുന്നു അബൂ ലഹബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അയൽപ്പക്കക്കാരനായിരുന്ന അബൂ ലഹബ് പല സമയങ്ങളിലും അവിടത്തേക്ക് വീട്ടുമുറ്റത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു വൃത്തിഹീനമായ പല പ്രവർത്തനങ്ങളിലൂടെയും വേദനിപ്പിക്കലായിരുന്നു സാധാരണ പതിവ്. അബൂ ലഹബിന്റെ നാമം അബ്ദുൽ ഉസ്സ എന്നാണ്. അബൂ ലഹബ് എന്ന സ്ഥാനപ്പേര് ലഭിക്കാനുണ്ടായ കാരണം അതീവ സൗന്ദര്യവാനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിനോട് സാദൃശ്യമായി അബൂ ലഹബ് എന്ന സ്ഥാനപ്പേരിലൂടെ പിൽക്കാലത്ത് അറിയപ്പെട്ടു. ഏതായിരുന്നാലും തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെയധികം പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അബൂ ലഹബ്. മാത്രമല്ല അബൂ ലഹബിന്റെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തികച്ചും വലിയ ഒരു താക്കീത് നൽകുകയാണ് പ്രസ്തുത സൂറത്തിലൂടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد صدق الله العلي العظيم. നമുക്ക് സൂറത്തുൽ മസദിലെ ഓരോ ആയത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂ ലഹബിന്റെ ആ വൃത്തിഹീനമായ വാക്കുകൾക്ക് ഉടനെ താക്കീത് നൽകുകയാണ്. തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിന്റെ രണ്ട് കൈകളും അത് നാശത്തിലാവട്ടെ. കൈകൾ നാശത്തിലാവുക എന്ന പ്രയോഗം അത് ഏതൊരു മനുഷ്യന്റെയും മുഴുവൻ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗം വരുന്നത് കൈകൾ കൊണ്ടാണ് എന്നതുകൊണ്ട് ആ കൈകളെ മാത്രം എടുത്തു പറഞ്ഞു എന്നതാണ് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
അത് രണ്ട് കൈകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ശരീരം മുഴുവനും എന്നതാകുന്നു. അപ്പോൾ അബൂലഹബ് അവൻ നാശത്തിലാണ്, അവൻ്റെ പ്രവർത്തനം മുഴുവനും, അവൻ വരാനിരിക്കുന്നതും നാശത്തിലാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്. വതബ്ബ, അബൂലഹബ് അവൻ നാശത്തിലാവുകയും ചെയ്തിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂലഹബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് അവിടുത്തെ ദഅവത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കേൾക്കുകയും മാത്രമല്ല തൻ്റെ കൂടെയുള്ള അനുയായികളോട് പല സമയവും പറയാറുണ്ടായിരുന്നു അത്രേ, മുഹമ്മദ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ സമ്പത്തുകൾ ഉപയോഗിച്ച്, എൻ്റെ സന്താനങ്ങൾ ഉപയോഗിച്ച് ഞാൻ അതിൽ നിന്നും ഞാൻ രക്ഷ പ്രാപിക്കും എന്നിങ്ങനെ വലിയ അഹങ്കാരത്തോടു കൂടിയ സംസാരം പറയാറുണ്ടായിരുന്നു. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മാ അഗ്നാ അൻഹു മാലുഹു, അവൻ്റെ സമ്പത്ത് അവന് അത് ഐശ്വര്യമാവുകയില്ല എന്ന് വെച്ചാൽ അവൻ വിചാരിക്കുന്നത് പോലെ അതിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുകയില്ല, അതിൻ്റെ ആവശ്യകത അതുകൊണ്ട് അവന് ഉപകരിക്കാൻ കഴിയുകയില്ല, അവൻ്റെ സ്വത്തുക്കൾ മുഴുവനും അവന് ഉപകരിക്കാൻ കഴിയുകയില്ല, അതുകൊണ്ട് അവൻ രക്ഷ പ്രാപിക്കുകയില്ല. ഒമാ കസബ്, അവൻ സമ്പാദിച്ചു വച്ചിട്ടുള്ള ഒരു സമ്പത്ത് കൊണ്ടും അവൻ രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല. അവൻ്റെ സമ്പത്ത് കൊണ്ടോ സ്വത്ത് കൊണ്ടോ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ പ്രാപിക്കാൻ പോകുന്നില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ അബൂലഹബിൻ്റെ മകൻ ഒരു യാത്രാമധ്യേ ഒരു വന്യജീവി പിടിച്ച് വിഴുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല അബൂലഹബ് അള്ളാഹുവിൻ്റെ ആ വൻ നാശത്തിന് ഇരയാവുകയും ചെയ്തു. ജീവിത സമയം വലിയ മാറാവ്യാധി പിടിപെടുകയും ജനങ്ങൾ പോലും അടുത്തു നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയും, മാത്രമല്ല അവസാനം മരിക്കുന്ന സമയം പോലും തൻ്റെ ശരീരം അടക്കം ചെയ്യുന്നതിന് പോലും ആളുകൾ ഒരുമിച്ച് കൂടാത്ത അവസ്ഥ ഉണ്ടാവുകയും വളരെ നിന്ദ്യനായി ഭൂമി ലോകത്തു നിന്നും വിട പറഞ്ഞു എന്നാണ് പിൽക്കാലത്ത് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സയസ്ലാ നാറൻ ദാത ലഹബ്, ആളലുള്ള അത്രയും ഭയാനകരമായ ആ നരകത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യും. വംറഅതുഹു ഹമ്മാലത്തൽ ഹത്വബ്, ആ വിറക് ചുമക്കുന്ന അവൻ്റെ ഭാര്യയും അതേ അഗ്നിയിൽ അകപ്പെടും. ഇവിടെ അബൂലഹബിൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, അബൂലഹബിൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചും അതിൻ്റെ അഹ്ലുകാരെ സംബന്ധിച്ചും ഏഷണി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വനിതയായിരുന്നു. അറബികൾക്കിടയിൽ ഏഷണി പറയുന്ന ആളെ സംബന്ധിച്ച് വിറകുണ്ടാക്കുന്നവൻ എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിനെ അന്വർത്ഥമാക്കും വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത സൂക്തം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ആ വിറകിൻ്റെ കെട്ട് ഉള്ള അത്രത്തോളം ഏഷണിയുടെ കൂമ്പാരവുമായിട്ടുള്ള അബൂലഹബിൻ്റെ ഭാര്യയും ആ കത്തിയാളുന്ന നരകത്തിൽ അകപ്പെടും. ഫീ ജീദിഹ ഹബ്ലും മിൻ മസദ്, മാത്രമല്ല അവളുടെ കഴുത്തിൽ ഈത്തപ്പന നാരിനാൽ പിരിച്ചുണ്ടാക്കിയ ഒരു കയറ് ഉണ്ടായിരിക്കുന്നതാണ്. വിറക് ചുമക്കുന്നവർക്ക് സ്വാഭാവികമായും അതിന് കെട്ടുന്നതിന് വേണ്ടി കയറ് വേണമല്ലോ. ആ കയറും അവൾ ചുമക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഏഷണിയുടെ കൂമ്പാരവുമായാണ് അവൾ ജീവിക്കുന്നത്. അവളും പ്രസ്തുത നരകത്തിൽ അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന അഗ്നിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നമുക്ക് സൂറത്തുൽ മസദിലെ തജ്വീദിൻ്റെ ഹുക്കുമുകളിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഇവിടെ തുടക്കത്തിൽ തബ്ബത്, ഇവിടെ താഇന് സുകൂനാണ്. താഇൻ്റെ സിഫത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ ബലഹീനമായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അല്പം കാറ്റി നടക്കുക. തബ്ബത് നാം മുന്നേ വിശദീകരിച്ചതാണ്. അതോടൊപ്പം തൊട്ടടുത്ത അക്ഷരം യാ ആണ്. യാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും പറയാറുണ്ട്, കലിമത്തുകൾക്കിടയിൽ യാ സംഭവിക്കുകയാണെങ്കിൽ പലപ്പോഴും അതൊരു ഹംസിൻ്റെ ശബ്ദമായി തബ്ബത് യദ, ഇങ്ങനെ ഒരു യദ എന്നൊരു ശബ്ദം, എ എന്നൊരു ശബ്ദമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. യാ ആണത് പ്രത്യേകം ശ്രദ്ധിക്കുകയും തബ്ബത് യദ യാ യാ എന്നാണ്, യാ ആയിട്ട് തന്നെ കേൾക്കുകയും വേണം. അടുത്തത് യദാ അബി ലഹബ്. യദാ അബി, ഇവിടെ ദാലിന് ശേഷം അലിഫാണുള്ളത്, മദ്ദക്ഷരമാണത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് മറ്റൊരു കലിമത്തിലായിട്ടാണ് വന്നിട്ടുള്ളത്. യദ് ഒരു കലിമത്താണ്, അബി എന്നത് വേറൊരു കലിമത്താണ്. അപ്പോൾ മദ് മുൻഫസിൽ. നമ്മൾ പറഞ്ഞു ഒരലിഫിൻ്റെ ഖദറോ നീട്ടുകയാണെങ്കിൽ 3 3.5 അലിഫ് നീട്ടൽ. ഇതാണ് മദ് മുൻഫസിലിൻ്റെ ഖദർ.
അബീ ലഹബിൻ വതബ്, അബീ ലഹബിൻ എന്ന തൻവീനിന് ശേഷം വാവാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ഇദ്ഗാമുൻ ബിഗുന്ന, ചേർക്കുകയും മണിക്കുകയും ചെയ്യുക ആ സുക്കൂനായ നൂനാകുന്ന തൻവീനിനെ. അബീ ലഹബിൻ എന്ന നൂനിനെ വാവിലേക്ക് ചേർത്തുകൊണ്ട് മണിച്ചു. അബീ ലഹബിൻ വതബ്. അവസാനം ഷദ്ദുള്ള ബാ ആണ്. ഇവിടെ മണിക്കുന്ന സ്വരം പോലെ മണിക്കാൻ കഴിയൂല, എന്നാലും അതുപോലെ വഖഫ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയല്ല വഖഫ് ചെയ്യേണ്ടത്. വതബ്, വതബ് ഷദ്ദുണ്ട് ബാഇന്, അത് ഖിറാഅത്തിൽ കൊണ്ടുവരികയും എന്നാൽ മണിക്കുന്ന ശബ്ദം പോലെ ശബ്ദം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം അവിടെ ഇല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല കൽക്കലത്തുള്ള അക്ഷരം കൂടെയാണ്. തബ് എന്നിങ്ങനെ ചലന ശബ്ദം കേൾക്കണം, അപ്പോഴാണ് കൽക്കലത്ത് വരുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. മാ അഗ്ന, ഇവിടെ മീമിന് ശേഷം അലിഫുണ്ട്. അഗ്ന മറ്റൊരു കലിമത്താണ്. നമ്മൾ പറഞ്ഞു മദ് മുൻഫസിൽ, നീട്ടേണ്ട ഖദർ എല്ലാവർക്കും അറിയാം. ഒരലിഫോ അല്ലെങ്കിൽ 3-3.5 അലിഫ് വരെ നീട്ടുകയോ, ഈ 2 ഹുക്മേ അവിടെ ബാധകമാവുകയുള്ളൂ. ഒരലിഫിൻ്റെ ഖദർ ചുരുക്കുക, അല്ലെങ്കിൽ 3 അലിഫിൻ്റെ ഖദർ 3.5 അലിഫിൻ്റെ ഖദർ വരെ നീട്ടുക. അഗ്ന, അഗ്ന ഇവിടെ ഗൈനിന് സുക്കൂനാണ്. അതിൻ്റെ സിഫത്ത് നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഗൈനിൻ്റെ സിഫത്തുകളുടെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഉച്ചരിക്കുന്ന സമയം അല്പം ശബ്ദം നീങ്ങേണ്ടതുണ്ട്. ഇങ്ങനെയാണ് കേൾക്കേണ്ടത്. അതായത് രഹ്വ എന്ന സിഫത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തൊട്ടടുത്ത ഭാഗം ശ്രദ്ധിക്കേണ്ടത് ആൻഹു, ആൻഹു. നമ്മൾ പറഞ്ഞിരുന്നു സുക്കൂനായ നൂനിന് ശേഷം ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളാണ് തൊട്ടടുത്ത് വന്നതെങ്കിൽ നാം സുക്കൂനായ നൂനിനെ വെളിവാക്കിയാണ് ഓതേണ്ടത്. ആൻഹു, ആൻ എന്ന് തന്നെ ഓതി എന്നർത്ഥം. ഹു, ഹ ആണല്ലോ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരം. മാത്രമല്ല ഈ ഹായിനെ സംബന്ധിച്ച് നമ്മൾ മുന്നേ വിവരിച്ചിരുന്നു. ഈ ഹായിന് തൊട്ട് മുന്നോ ബാക്കിലോ ആയി സുക്കൂനായ അക്ഷരമുണ്ടെങ്കിൽ ഹായിനെ നീട്ടാതെയാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ നീട്ടാതെയാണ് ഓതുന്നത്. മാ അഗ്നാ അൻഹു മാലുഹു, അൻഹു മാലുഹു, അൻഹു എന്ന് പറയൂല എന്നർത്ഥം. കാരണം ഹായിന് മുന്നേ സുക്കൂനായ അക്ഷരമാണുള്ളത്. നൂനായതുകൊണ്ട് ഇദ്ഹാറിൻ്റെ ഹുക്മ അവിടെ ബാധകമാണ്. നമ്മളിപ്പോൾ പറയുന്നത് സുക്കൂനായ അക്ഷരം ഉള്ളത് കൊണ്ട് നീട്ടുന്നില്ല എന്നർത്ഥം. അടുത്തത് മാലുഹു വമാ കസബ്. ഇവിടെ ഹായിനെ നാം നീട്ടുന്നുണ്ട്. നാം പറഞ്ഞതിന് നേരെ വിപരീതം. ഇങ്ങനെയുള്ള ഹായിന് മുന്നോ ശേഷമോ സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട് 2 ഭാഗത്തും ഹറക്കത്താണുള്ളത്. അപ്പോൾ ഈ ഹായിനെ നാം നീട്ടിയാണ് ഉച്ചരിക്കുക. ആൻഹു നീട്ടൂല, മാലുഹു നീട്ടുന്നു. കാരണം ഒന്നിന് സുക്കൂൻ ആയതുകൊണ്ടാണ് നീട്ടാതിരുന്നത്, തൊട്ടടുത്തത് സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് നീട്ടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ്. തൊട്ടടുത്ത ഭാഗം വമാ കസബ്. ഇവിടെ അവസാനം ബാ ആണ്. ബാന് സുക്കൂനായി വരുന്ന സമയം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഖൽഖലത്ത് എന്ന സിഫത്ത് വളരെ വ്യക്തമാക്കേണ്ട സന്ദർഭമാണത്. കസബ്, ബ് എന്ന് കേൾക്കണം. സയസ്ലാ നാറൻ ദാത ലഹബ്. ഇവിടെ സയസ്ല, സയസ്ല ഇവിടെ സിഫത്തുകൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്തിഅല, ഇത്ബാഖ് പോലത്തെ സിഫത്തുകൾ നാവിൻ്റെ അങ്ങേ ഭാഗം ഉയരുകയും അതോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം തന്നെ അണ്ണാക്കിലേക്ക് ചേർന്നിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ സ്വഭാവം. അപ്പോഴാണ് സ്വാദിൻ്റെ ആ പരിപൂർണ ശബ്ദം കേൾക്കുകയുള്ളൂ. അതോടൊപ്പം പക്ഷിസ്വരം പുറപ്പെടേണ്ടതും കൂടെയാണ്. നമ്മളെല്ലാം മുന്നേ പറഞ്ഞു വച്ചിരുന്നു. അരയന്നത്തിൻ്റെ ശബ്ദത്തോട് സാദൃശ്യമാകുന്ന അസ് അസ് എന്ന ശബ്ദം കേൾക്കേണ്ടതുണ്ട്. സയസ്ല നാറൻ. അടുത്തത് നാറൻ. നമുക്കറിയാം റായിന് തൻവീൻ ഫത്ഹാണുള്ളത്. ഫത്ഹായി എന്നതുകൊണ്ട് നാം തഫ്ഹീമാക്കിയാണ് ഉച്ചരിക്കുക നാറ എന്ന്. ഇനി തൻവീൻ ആയതുകൊണ്ട് തൊട്ടടുത്ത അക്ഷരം ദാലായതുകൊണ്ട് ഇഖ്ഫ ആണ് ചെയ്യേണ്ടത്. നാറൻ ദാത്ത്, നാറൻ ദാത്ത്. നാറ എന്ന് കഴിഞ്ഞാൽ പിന്നെ ആ നൂൻ ഉച്ചരിക്കുന്നതിന് പകരം തൊട്ടടുത്ത ദാല് ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ആ മഖ്റജിനോട് ചേർന്നുകൊണ്ട് സുക്കൂനായി നൂനാകുന്ന ഈ തൻവീനിനെ ഒരല്പം മണിച്ചുച്ചരിക്കുക, മറച്ചു മണിക്കുക എന്നാണ് ഇഖ്ഫാഇൻ്റെ അർത്ഥം. നാറൻ ദാത്ത്, ദാത ലഹബ്, ദാത ലഹബ്. ഇവിടെയും അവസാനം ബ ആണുള്ളത്. ഖൽഖലത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സിഫത്താണ്. ലഹബ് എന്ന് തന്നെ കേൾക്കണം.
വംറഅതുഹു ഹമ്മാലതൽ ഹതബ്. വംറഅതുഹു, ഇവിടെ വംറഅതുഹു ഇങ്ങനെ ഒരു ബാഇന്റെ ശബ്ദം ഇടയിൽ കലർത്തിയതായിട്ട് പലപ്പോഴും പലരും ഓതുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ ബാഇന്റെ ശബ്ദം അവിടെ വരാൻ പാടില്ല. വം റ, മീം കഴിഞ്ഞാൽ റ ആണ്. വം റ എന്നാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. അതുപോലെ തൊട്ടടുത്ത് ഒരു ഹാ വരുന്നുണ്ട്. നാം പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള ഹാകൾക്ക് തൊട്ട് മുന്നോ ശേഷമോ സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടാതെയാണ് ഉച്ചരിക്കേണ്ടത്. വം റഅതുഹു നീട്ടി, സുക്കൂൻ ഇല്ലാത്തത് കൊണ്ട്. ഹമ്മാലതൽ ഹതബ്, മീമിന് ഷദ്ദാണുള്ളത്. ഷദ്ദുള്ള മീമും നൂനും എപ്പോഴും മണിക്കണം. അൽ ഹതബ്, ത്വാ മഖ്റജും സിഫത്തും ശ്രദ്ധിക്കുക. ഇസ്തിലാ, ഇത്ബാഖ് എന്ന സിഫത്തുകളൊക്കെ ത്വാഇനുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാവിൻ്റെ ഏറ്റവും അഖ്സയായ ഭാഗവും അതോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം തന്നെ അണ്ണാക്കുമായി മുകൾ ഭാഗത്തേക്ക് ചേർന്നിരിക്കുക. ഇങ്ങനെ ഉച്ചരിച്ചാലാണ് ത്വാ സിഫത്തുകളോടുകൂടെ പരിപൂർണമാകുന്നത്. അൽ ഹതബ്, അവിടെയുമുണ്ട് ബാ. നാം പറഞ്ഞു ഖൽഖലത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് ജീം. ജീമിൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗവും മേലെ അണ്ണാക്കും. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നാവിൻ്റെ തലഭാഗത്തോട് ചേർന്നുകൊണ്ടും മലയാളത്തിലൊക്കെ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കാൻ സാധിക്കുമെങ്കിലും മഖ്റജിൽ മാറ്റം വരുമ്പോൾ അത് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തെ അത് കോട്ടം വരുത്തും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹബ്ലും മിൻ മസദ്, ഇവിടെ ഹബിൽ, ഹബിലുൻ എന്ന ലാമിൽ തൻവീനാണുള്ളത്. തൻവീനാകുന്ന ആ നൂനിനെ നാം തൊട്ടടുത്ത മീമിലേക്ക് ചേർത്തി മണിച്ചുകൊണ്ടാണ് ഓതുന്നത്. ഇദ്ഗാമുൻ ബിഗുന്ന. അതുപോലെ തന്നെ മിൻ മസദ്, മിൻ മസദാണുള്ളത്. മിൻ എന്ന സുക്കൂനായ നൂനിനെ തൊട്ടടുത്ത് മീമായതുകൊണ്ട് നാം പറഞ്ഞു സുക്കൂന നൂനിന് ശേഷം നൗമിയിലെ ഏതെങ്കിലും അക്ഷരമാണ് വന്നതെങ്കിൽ ഇദ്ഗാമുൻ ബിഗുന്ന, ചേർക്കുകയും മണിക്കുകയും ചെയ്യുക. അപ്പോൾ മിൻ മസദ്, ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. അവസാന ഭാഗം ദാലാണുള്ളത്. ദാലിനും ഖൽഖലത്തിൻ്റെ സിഫത്ത് ബാധകമാണ്. ചലന ശബ്ദം പുറപ്പെടുക. മസദ്, മസദ് എന്നിങ്ങനെ ചലന ശബ്ദം പുറത്തേക്ക് കേൾക്കണം എന്നർത്ഥം. ഇനി നമുക്ക് അക്ഷരങ്ങളുടെ സിഫത്തുകൾ നാം അല്പാൽപമായി പറഞ്ഞു വന്നിരുന്നു. സിഫത്തുകൾ രണ്ട് വിഭാഗമുണ്ടെന്നും പരസ്പരം വിപരീതങ്ങളായ സിഫത്തുകൾ, വിപരീതങ്ങളില്ലാത്ത സിഫത്തുകൾ. ഇങ്ങനെ വിപരീതങ്ങളായ സിഫത്തുകളിൽ നാം അല്പം പറഞ്ഞു. ജഹ്ർ, ഹംസ്, ഷിദ്ദത്ത്, റിഖ്വ, തവസുത്ത്, ഇതെല്ലാം നാം മുന്നേ പറഞ്ഞു വച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ വിശദീകരണങ്ങൾ ആ പ്രോഗ്രാമുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഷിദ്ദത്ത് എന്നാൽ ഉച്ചരിക്കുന്ന സമയം മഖ്റജിൽ ശക്തിയോടുകൂടെ സ്ഥിതി ചെയ്യുന്നതിനാൽ അതേ അവസരത്തിൽ ശബ്ദം നീങ്ങുന്നത് ബുദ്ധിമുട്ടാവുക, ശബ്ദം നീങ്ങാതിരിക്കുക, ഇതാണ് ഷിദ്ദത്ത്. അതിൻ്റെ അക്ഷരങ്ങൾ അജീദ്, ഖത്തിം, ബക്കത്ത്, ഹംസ്, ജീമ്, ദാല്, ഖാഫ്, ത്വാ, ബാ, കാഫ്, താ, ഈ അക്ഷരങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷിദ്ദത്തിനെ സംബന്ധിച്ച് നാം മുന്നേ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ഹുറൂഫുകൾ, അതിൻ്റെ അക്ഷരങ്ങൾ മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. നാം ഇവിടെ സൂചിപ്പിച്ചു ഈ അക്ഷരങ്ങളാണ് ഷിദ്ദത്ത് എന്ന സിഫത്തിനുള്ള അക്ഷരങ്ങൾ. എന്ന് വെച്ചാൽ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയം നാം പറഞ്ഞതുപോലെ ശബ്ദം നീങ്ങുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും, ശബ്ദം നീങ്ങാൻ കഴിയില്ല എന്നർത്ഥം. അതുപോലെ നാം പറഞ്ഞു വന്നു ഇസ്തിഅലാ, ഇസ്തിഫാൽ, ഇവയെല്ലാം നാം ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് ഇത്ബാഖ്. ഇത്ബാഖ് എന്നാൽ നാവിൻ്റെ അഖ്സയായ ഭാഗം മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കലോടുകൂടെ, എന്ന് വെച്ചാൽ ഇസ്തിഅല എന്ന സിഫത്ത് ഉണ്ടാവലോടുകൂടെ നാവിൻ്റെ ഒരു ഭാഗം തന്നെ അണ്ണാക്കുമായി ചേർന്നിരിക്കുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പോൾ നാം പറയാൻ പോകുന്ന ഇത്ബാഖിനുള്ള അക്ഷരങ്ങൾ നിർബന്ധമായും ഇസ്തിഅല എന്ന സിഫത്തും അവർക്ക് ബാധകമായവരാണ് എന്നർത്ഥം. ആ ഇസ്തിഅല എന്ന സിഫത്തുള്ളവർക്കേ ഇത്ബാഖ് എന്ന സിഫത്ത് ബാധകമാവുകയുള്ളൂ. അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. 4 അക്ഷരങ്ങളാണുള്ളത്. ത്വാ, ളാ, സ്വാദ്, ളാദ്. മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ത്വാ, ത്വാഇന് പുള്ളിയിട്ടാലുള്ള അക്ഷരം ളാ. സ്വാദ്, സ്വാദിന് പുള്ളിയിട്ടാലുള്ള അക്ഷരം. ഇവ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഖ്സയായ ഭാഗം ഏറ്റവും മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം തന്നെ ചേർന്ന് നിൽക്കും. അപ്പോൾ സ്വാ, സ്വാ ഉച്ചരിക്കുമ്പോൾ അഖ്സ ഉയരുന്നു, അതോടൊപ്പം നാവിൻ്റെ നടുഭാഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗമോ മേലെ അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുന്നു.
അങ്ങനെ ഉണ്ടാകുന്ന അക്ഷരങ്ങളാണ് ഈ 4 അക്ഷരങ്ങൾ. ത്വാ, ളാ, സ്വാദ്, ളാദ്. ഓരോന്നും പറഞ്ഞ് ശീലിക്കുക തന്നെ വേണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ സിഫത്ത് നമുക്ക് മനസ്സിലാവുന്നതും അതോടൊപ്പം ഖുർആൻ പാരായണത്തിൽ അത് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക. ഇനി ഈ സിഫത്തിൻ്റെ നേരെ വിപരീതം ഇംഫിതാഹ്. ഇംഫിതാഹ് എന്നാൽ അണ്ണാക്കുമായി നാവ് അകന്നിരിക്കുക, ചേരാതെ അകന്നിരിക്കുക. അതിനുള്ള അക്ഷരങ്ങൾ മൻ അഖദ വജദ സഅതൻ ഫസക്ക ഹഖുൻ ലഹു ശുർബു ഗൈസിൻ. ഇത്രയും അക്ഷരങ്ങളാണ് ഇംഫിതാഹ് എന്ന സിഫത്തിലേക്ക് ബാധകമായത്. എന്ന് വെച്ചാൽ നാവിൻ്റെ അക്സയായ ഭാഗം ഉയരുന്നതുമില്ല, അതോടൊപ്പം നാവിൻ്റെ ഒരു ഭാഗം തന്നെ അണ്ണാക്കിലേക്ക് ചേരുന്നുമില്ല, താഴ്ന്നു കിടക്കുന്നത് എന്നർത്ഥം. പറഞ്ഞു നോക്കാം. മ നാവിൻ്റെ അക്സയോ അല്ലെങ്കിൽ ഒരു ഭാഗമോ മേലെ അണ്ണാക്കുമായൊന്നും ചേർന്നിരിക്കുന്നില്ല. എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ തന്നെയാണ്. ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കുക. അടുത്ത സിഫത്ത് ഇദ്ലാഖ്. ഇൻദിലാഖ് എന്നും പറയാറുണ്ട്. ഇദ്ലാഖ് എന്നാൽ നാവിൻ്റെയോ ചുണ്ടിൻ്റെയോ തെല്ലിൽ നിന്ന് പുറപ്പെടുന്ന കാരണത്താൽ ഉച്ചരിക്കുന്ന സമയം എളുപ്പവും സൗകര്യവും ഉണ്ടാവുക, ഉച്ചരിക്കുന്നതിന് ഒരു എളുപ്പം ഉണ്ടാവുക എന്നർത്ഥം. ഇൻദിലാഖ് അല്ലെങ്കിൽ ഇദ്ലാഖ് എന്ന സിഫത്ത് ബാധകമാകുന്ന അക്ഷരങ്ങൾ ഫറ മിൻ ലുബ്. ഫറ മിൻ ലുബ്. ഫറ ഫ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗവും ചുണ്ടുമാണല്ലോ, അപ്പോൾ ഒരു തെല്ല് ഭാഗമാണല്ലോ ചുണ്ട്. അതുപോലെ റ നാവിൻ്റെ തെല്ലിൽ നിന്ന് പുറപ്പെടുന്നതാണ്, പറയാനൊരു എളുപ്പമുണ്ട്. റ. മീമ് വായയുടെ പുറംഭാഗം ചുണ്ടിൽ നിന്നാണ്, തെല്ലിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത്. മീമ്. നൂന് നാവിൻ്റെ തെല്ലിൽ നിന്ന് പുറപ്പെടുന്നു. ലാമും അങ്ങനെ തന്നെ. ബാ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്നു. ഇങ്ങനെ തെല്ലിൽ നിന്ന് പുറപ്പെടുന്നു എന്ന കാരണത്താൽ പറയുന്നതിന് ഒരു എളുപ്പവും സൗകര്യവും ഉണ്ടാവുക. ഇനി അടുത്ത സിഫത്ത് നേർ വിപരീതം ഇസ്മാത്ത്. ഇസ്മാത്ത് എന്നാൽ തെല്ലിൽ നിന്നല്ലാത്തതിനാൽ ഉച്ചരിക്കുന്ന സമയം അതിൻ്റെതായ ഒരു പ്രയാസമുണ്ടാവൽ. നമ്മളീ പറഞ്ഞതിന് നേർ വിപരീതം. അതിലേക്കുള്ള അക്ഷരങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ജുസ് റിഷ സാഖിത്തിൻ സ്വിദ് സിഖതൻ ഇദ് വഅദുഹു യഹുദ്ദുക്. ഇത്രയും അക്ഷരങ്ങളാണ്. നമുക്ക് പറഞ്ഞു നോക്കാം. ജുസ്, ജീം, അജ് നാവിൻ്റെ തെല്ലിൽ നിന്നോ അല്ലെങ്കിൽ വായയുടെ തെല്ലിൽ നിന്നോ അല്ല പുറപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടാവുന്നു. അജ്. അതുപോലെ സായ് ഉച്ചരിക്കുന്ന നാവിൻ്റെ തെൽഭാഗം തന്നെ, പക്ഷേ ഉച്ചരിക്കുന്ന സമയം ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. കാരണം മേലെ മുൻപല്ലിൻ്റെയും താഴെ മുൻപല്ലിൻ്റെയും ഇടയും ഒക്കെ ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. അതിൻ്റെതായ പ്രയാസം അതിനുണ്ട് എന്നർത്ഥം. എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ തന്നെയാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം പറഞ്ഞ് ശീലിക്കുക. പരിശുദ്ധ ഖുർആനിൽ പാരായണത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയും എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റിഹ്ലത്തും മഅൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിൽ നിങ്ങളും പങ്കാളികളാവുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആൻസർ നൽകുകയും പരിശുദ്ധ ഉംറയിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.